അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും ഉഷാറായി പോകുന്നില്ലേ? ക്ലാസ്സുകളൊക്കെ സുന്ദരമായി കേൾക്കുന്നില്ലേ മക്കളെ? അപ്പം ഒന്നാം പാഠം എടുത്തു കഴിഞ്ഞു അല്ലേ? നഹ്വുൽ വാദിഹിലെ ഒന്നാം പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ? ജുംലത്തുൽ മുഫീദ, പൂർണ്ണമായ സെൻറ്റൻസ് അല്ലേ? ഹംദാൻ ഭംഗിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നബ്ഹാൻ ബുദ്ധിമാനാകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മന്തി കഴിച്ചു, നാളെ ഞാൻ കടലിൽ നീന്താൻ പോകും, കുളത്തിൽ നീന്താൻ പോകും. അങ്ങനത്തെ സെൻറ്റൻസിനാണ് അൽ ജുംലത്തുൽ മുഫീദ എന്ന് ഞാൻ പറഞ്ഞുല്ലേ. അപ്പോൾ രണ്ടാമത്തെ പാഠം അജ്സാ ഉൽ ജുംല. നമ്മളെന്ത് പറഞ്ഞു? ഒരു ജുംലത്തുൽ മുഫീദയിലെ ഓരോ വേർഡുകളും എന്താകുന്നു? അതിൻ്റെ ഭാഗമാകുന്നു അല്ലേ? അൽ ബുസ്താനു എന്നുള്ളതിൽ അൽ ബുസ്താനു ജമീലും എന്നുള്ള ജുംലത്തുൽ മുഫീദയിലെ ബുസ്താൻ എന്ന വേർഡും രണ്ടാമത്തെ ജമീൽ എന്ന വേർഡും എല്ലാം ആ ജുംലത്തുൽ മുഫീദയുടെ ഭാഗമാകുന്നു. അപ്പോൾ ഇനി ആരൊക്കെയാണ് ജുംലത്തുൽ മുഫീദയുടെ ഭാഗങ്ങൾ? അൽ അജ്സാ ഉൽ ജുംല, അൽ ജുംലത്തുൽ മുഫീദയുടെ ഭാഗങ്ങൾ ആരൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി അല്ലേ, നമ്മുടെ ഫാമിലിയിലെ അജ്സാവുകൾ ആരൊക്കെയെന്ന് വെച്ചാൽ ആരൊക്കെ പറയാം? ഉപ്പ, ഉമ്മ, മക്കൾ എന്നൊക്കെ പറയില്ലേ? വല്ലിപ്പ, വല്ലിമ്മ എന്നൊക്കെ പറയില്ലേ? അതുപോലെ ജുംലത്തുൽ മുഫീദയുടെ ഭാഗങ്ങളാകുന്നു എന്ത്? 3 ഒന്നാമത്തേത് എന്താകുന്നു? ഒന്നാമത്തേതാണ് അൽ ഇസ്മു. ഇസ്മെന്ന് പറഞ്ഞാൽ പേരെന്നറിയില്ല, നമ്മൾ മലയാളത്തിൽ പേരെന്നറിയില്ലേ? ഇപ്പോൾ സിംഹം, ആ ജീവിയുടെ പേരെന്താണ്? സിംഹമാണല്ലേ? വലിയ കണ്ണും കൂർത്ത നഖങ്ങളുമുള്ള ആ ജീവിയുടെ പേരാണ് സിംഹം അല്ലേ? അല്ലെങ്കിൽ ഹംദാൻ, നല്ല ഭംഗിയുള്ളവനും സുന്ദരനും സുശീലനുമായ ആ കുട്ടിയുടെ പേരാണ് ഹംദാൻ. അപ്പോൾ അതിനാണ് എന്ത് പറയൽ? ഇസ്മ്. രണ്ടാമത്തേതാണ് എന്ത്? അൽ ഫിയലു. ഫീൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം അല്ലേ? നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളില്ലേ? അക്കല തിന്നു, ഇപ്പോൾ വേറെ ലൈബ കളിച്ചു, അല്ലെങ്കിൽ സബഹ നീന്തി, അങ്ങനെയൊക്കെ പറയില്ലേ? അതാണ് ഫിയൽ. മൂന്നാമത്തേതാകുന്നു ഏത്? അൽ ഹർഫു. ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയില്ലേ? ഇൻ, ഓൺ എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ഇൽ, അല്ലെങ്കിൽ ലേക്ക്. ഇപ്പോൾ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ കുളത്തിൽ, എന്നുള്ള അർത്ഥം കിട്ടണില്ലേ? അങ്ങനത്തെ സാധനത്തിനാണ് എന്ത് പറയൽ? ഹർഫ് എന്ന് പറയൽ. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ ഈ കായിദ കണ്ടില്ലേ നിങ്ങൾ? അൽ ഖായിദത്തു അൽ കലിമത്തു സലാസത്തു അൻവാഇൻ. വേർഡുകളിലെ ഒരു ജുംലത്തുൽ മുഫീദയിൽ വരുന്ന വേർഡുകൾ എത്ര വിധമാകുന്നു? സലാസത്തു അൻവാഇൻ, 3 ടൈപ്പുകളാണ് ഉള്ളത്, 3 ഇനങ്ങളാകുന്നു. ഒന്നാമത്തേത് ഏതാണ്? ഇസ്മുൻ, ഒന്നാമത്തേത് ഇസ്മാകുന്നു. രണ്ടാമത്തേത് ഏതാണ്? ഫിഅലുൻ, ഫിഅലാകുന്നു. മൂന്നാമത്തേത് ഹർഫുൻ, ഹർഫാകുന്നു. അപ്പം ഇനി ഓരോന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് ഇസ്മ്, എന്താണ് ഫിഅല്, എന്താണ് ഹർഫ് എന്നുള്ളതാണ് ഇനി വിശദീകരിക്കുന്നത്. അപ്പോൾ ഒന്ന്, ഫൽ ഇസ്മു. ഇസ്മ എന്ന് പറഞ്ഞാൽ ഇസ്മ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ പേര് വിളിക്കാം. മനുഷ്യനോ അല്ലെങ്കിൽ മൃഗത്തിനോ അല്ലെങ്കിൽ ചെടികൾക്കോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു എന്ത് വസ്തുക്കളാവട്ടെ, അതിനെ നമുക്കൊരു പേര് വിളിക്കാൻ പറ്റുമോ? അങ്ങനത്തെ സാധനം എന്ത് പറയൽ? ഇസ്മെന്ന് പറയൽ. അപ്പോൾ ഏതൊക്കെ സാധനത്തിനെ നമുക്ക് പേര് വിളിക്കാൻ പറ്റുമോ അങ്ങനത്തതിന് എന്ത് പറയൽ? അറബിയിൽ ഇസ്മെന്ന് പറയൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കണ്ണും കാലുമുള്ള ഒരാളെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റും അല്ലേ? കൂർത്ത നഖങ്ങളും നല്ല രോമങ്ങളൊക്കെ, തലയിൽ രോമങ്ങളൊക്കെ ഉള്ള ആ ജീവി എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഹം എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ എന്തിനെയൊക്കെ നമ്മൾ പേര് വിളിക്കാൻ പറ്റുമോ അതിനാണ് എന്ത് പറയൽ? ഇസ്മ എന്ന് പറയൽ. അപ്പോൾ ആ കയ്യും കാലും നല്ല സുന്ദരനും ഒക്കെ ആയ ആ രൂപത്തിന് വിളിക്കുന്ന പേരാണ് ഹംദാൻ. അപ്പോൾ ഹംദാൻ എന്നുള്ള എന്താണ്? ഇസ്മാകുന്നു. അതാണ് ഇസ്മ. അതാണ് കുല്ലു ലഫ്ദിൻ, ഓരോ ലഫ്ദുകളും യുസമ്മാ ബിഹി, ആ ലഫ്ദുകൾ കൊണ്ട്, ആ വേർഡുകൾ കൊണ്ട് പേര് വിളിക്കാൻ പറ്റും. ഇൻസാനുൻ, ഒന്നെങ്കിൽ മനുഷ്യനെ പേര് വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഹംദാൻ എന്നുള്ളത് മനുഷ്യനെ വിളിക്കുന്ന പേരാണ് അല്ലേ? ഔ ഹയവാനുൻ, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് എന്ത് പേര് വിളിക്കാൻ പറ്റും? ഇപ്പോൾ അസദുൻ, സിംഹം, അല്ലെങ്കിൽ എന്ത് അർനബുൻ, മുയൽ, അല്ലെങ്കിൽ ഫീലുൻ, ആന. അപ്പോൾ അതെന്താണ്?
മൃഗത്തിന് വിളിക്കാൻ പറ്റുന്ന പേരാണ്. അപ്പോൾ അതെന്താണ്? ഫീൽ എന്നുള്ളത് ഇസ്മാകുന്നു. അല്ലെങ്കിൽ ഔ നബാത്തുൻ, അല്ലെങ്കിൽ ചെടികൾക്ക് വിളിക്കാൻ പറ്റുന്ന പേര്. ഉദാഹരണം എന്ത്? ചെടികൾ ഷജറത്തുൻ അല്ലേ, മരം. അല്ലെങ്കിൽ എന്ത് പറയാ, സഹ്റത്തുൻ, പൂവ്, അതൊക്കെ പറയില്ലേ. അപ്പോൾ അതെന്താകുന്നു? അതും ഇസ്മാകുന്നു. ഔ ജമാദുൻ, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾ. ഉദാഹരണത്തിന് എന്ത്? ഷാരിഉൻ, റോഡ്. അല്ലെങ്കിൽ മിർവഹത്തുൻ, അതെന്താ? ഫാൻ അല്ലേ, ഫാന്. അല്ലെങ്കിൽ ബൾബ്, അല്ലെങ്കിൽ ഡെസ്ക്, ബെഞ്ച്, അങ്ങനെ പറയില്ലേ, ജീവനില്ലാത്ത വസ്തുക്കൾ. അതിന് നമ്മളിപ്പോൾ പേര് വിളിച്ചില്ലേ. അപ്പോൾ അതിനാണ് എന്ത് പറയല്? അറബിയിൽ ഇസ്മെന്ന് പറയൽ. ഓ അയ്യു ഷീനാഖ്, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ. അപ്പോൾ പേര് വിളിക്കപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇസ്മ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അൽ ബുസ്താൻ എന്നുള്ളിടത്ത് ബുസ്താൻ എന്താണ് അല്ലേ? ഇസ്മാണ് അല്ലേ. അൽ ബുസ്താൻ എന്താ? പൂന്തോട്ടം. പൂന്തോട്ടം എന്തിലാ പെടുക? നബാത്തും അല്ലേ, ചെടികളൊക്കെ ഉള്ള ആ തോട്ടത്തിനാണ് എന്ത് പറയൽ? ബുസ്താൻ എന്ന് അറബിയിൽ പറയൽ. അപ്പോൾ അതാണ് ഇസ്മെന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേതാകുന്ന ഏത്? ഫെയല്. ഫെയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് എന്ത് പറയൽ? ഫെയൽ എന്ന് പറയൽ. തിന്നുക, കുടിക്കുക, ഉറങ്ങുക. നാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങി, നാമ. അല്ലെങ്കിൽ കളിക്കുക, ലൈബ അല്ലേ. അല്ലെങ്കിൽ കുടിച്ചു, അക്കല. തിന്നു, അക്കല. കുടിച്ചു, ഷെരിബ, അങ്ങനെ പറയില്ലേ. അതാണ് ഫെയല്. അൽ ഫെയലു കുല്ലു ലഫ്ലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ. കുല്ലു ലഫ്ലിൻ, എല്ലാ ഓരോ വേടുകളും എങ്ങനത്തെ വേടാണ്? യദുല്ലു, അത് അറിയിച്ചു തരും. അലാ ഹുസൂലി അമലിൻ, ഒരു പ്രവൃത്തി കരസ്ഥമായിട്ടുണ്ട്. ഫീ സമനിൻ ഖാസിൻ, പ്രത്യേകമായ ഏതെങ്കിലും ഒരു ടൈമിൽ. ഒന്നെങ്കിൽ ഭൂതകാലം, എന്ത്? ഞാൻ ഇന്നലെ മന്തി തിന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കുളത്തിൽ ചാടി, അതാണ് ഭൂതകാലം. അതിനാണ് നമ്മൾ അറബിയിൽ മാലി എന്ന് പറയൽ. പിന്നെ വേറെ കാലം ഏതാ അല്ലേ? ഭാവി കാലം അല്ലേ. എന്ത്? ഞാൻ നാളെ കളിക്കും, അല്ലെങ്കിൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് എടുക്കും, റൊണാൾഡോ നാളെ എന്താകും? ഗോൾ അടിക്കും, അങ്ങനെയൊക്കെ പറയില്ലേ. അതെന്താണ്? അപ്പോൾ ഭാവി കാലമാണ്, എന്ത്? വരാനുള്ള കാലം അല്ലേ. അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾക്കാണ് എന്ത് പറയൽ? ഫിഅല് എന്ന് പറയൽ. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന വേർഡിനെ, ഏതെങ്കിലും ഒരു കാലത്തിൽ സംഭവിക്കുന്ന പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന വേർഡിനാണ് എന്ത് പറയൽ? ഫിഅല് എന്ന് പറയൽ. മൂന്നാമത്തേത് ഏതാകുന്നു? അൽ ഹർഫു, ഹർഫാകുന്നു. അപ്പോൾ ഹർഫ് എന്താ? കുല്ലു ലഫ്ദിൻ ലാ യദ്ഹറു മഅനാഹു കാമിലൻ ഇല്ലാ മാ ഗൈരിഹി. എന്ത്? ആ വേർഡ്, ആ ഹർഫ് എന്നുള്ള സാധനം അതൊരിക്കലും ഒറ്റയ്ക്ക് വന്നാൽ അർത്ഥം ലഭിക്കുകയില്ല. മറ്റൊരു ഇസ്മിൻ്റെ കൂടെ വന്നാൽ മാത്രമേ എന്താകുള്ളൂ? അതിന് അർത്ഥം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാൾ വെറുതെ ഫീ എന്ന് പറഞ്ഞു. വെറുതെ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥം കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഫീ എന്ന് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും അർത്ഥം കിട്ടുമോ? ഇൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥം കിട്ടൂലല്ലോ. ഫിൽ ബൈത്തി, വീട്ടിൽ വരുമ്പോഴല്ലേ ഒരു അർത്ഥം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഹർഫ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ്റെ കൂടെ വന്നാൽ മാത്രമേ അതിനെന്ത് കിട്ടുള്ളൂ? അർത്ഥം കിട്ടുകയുള്ളൂ. അങ്ങനത്തെ വേർഡിനാണ് അറബിയിൽ ഹർഫ് എന്ന് പറയൽ. അതാണത്. കുല്ലു ലഫ്ലിൻ, എല്ലാ ഓരോ ലഫ്ലുകളും, ലാ യദ്ഹറു മഅനാഹു, അതിൻ്റെ അർത്ഥം എന്താകൂല? പ്രകടമാവുകയില്ല, വെളിവാവുകയില്ല. കാമിലൻ, പൂർണ്ണമായിട്ട് എന്താകൂല? അർത്ഥം കിട്ടും അല്ലേ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥം കിട്ടും, പക്ഷെ പൂർണ്ണമായിട്ട് വെളിവാവുകയില്ല. ഇല്ലാ മാ ഗൈരിഹി, മറ്റൊന്നിൻ്റെ കൂടെ വന്നാലല്ലാതെ. അപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല എന്ന് പറഞ്ഞാൽ എന്താ? മേൽ. അപ്പോൾ അർത്ഥം കിട്ടും, പക്ഷെ എന്താകൂല? പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുകയില്ല. അപ്പോൾ അല ഷജറത്തി, മരത്തിൻ്റെ മേൽ. അപ്പോൾ അങ്ങനെയൊക്കെ എന്നാൽ ഒന്നിൻ്റെ കൂടെ വന്നാൽ മാത്രമേ ആ ഹർഫിന് അർത്ഥം കിട്ടുകയുള്ളൂ. അങ്ങനത്തെ വേർഡിനാണ് എന്ത് പറയൽ? ഹർഫ് എന്ന് പറയൽ. അപ്പോൾ സെൻറ്റൻസിൽ ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടാകും. അപ്പോൾ കത്തഫ മുഹമ്മദുൻ അല്ല. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലേ, യഅ്സിലു മുഹമ്മദുൻ ഫിൽ ബിർക്കത്തി, മുഹമ്മദ് എവിടെ കുളിക്കും? കുളത്തിൽ പോയി കുളിക്കും. അപ്പോൾ യഅ്സിലു എന്നുള്ളത് എന്താണ്? ഒന്നാമത്തത് അല്ലേ, അത് ഫിഅലാണ് അല്ലേ, അത് ഫിഅലാണ്. മുഹമ്മദ് എന്നുള്ളത് എന്താണ്? അത് ഇസ്മാണ് അല്ലേ, ഒരാൾ വ്യക്തിയുടെ മേലെ അറിയിക്കുന്നതല്ല ഇസ്മ്. പിന്നെ എന്താണ്? ഫീ എന്നുള്ളത് എന്താണ്? അത് ഹർഫാണ് അല്ലേ, അത് ഒറ്റയ്ക്ക് വരില്ല. ബിർക്കത്ത് എന്നുള്ള ഇസ്മിൻ്റെ കൂടെയാണ് ഒപ്പം വന്നത് അല്ലേ, ഫിൽ ബിർക്കത്തി. ബിർക്കത്ത് എന്നുള്ളതാണ്, അതെന്താണ്? ഇസ്മാകുന്നു അല്ലേ. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ എന്തായിരിക്കും? ഒരു ജുംലയുടെ ഭാഗമായിരിക്കും. ഒരു ഉമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ജുംലയുടെ മക്കളാണ് ആരൊക്കെ? ഇസ്മ്, രണ്ടാമത്തെ ഫിഅല്, മൂന്നാമത്തെ ഹർഫ്. അങ്ങനെ മൂന്ന് മക്കളാണ് ആർക്കുള്ളത്? ഒരു ജുംലക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പാഠവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.